ദോഹ സമ്മേളനത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ച ഖത്തർ പ്രധാനമന്ത്രി. ദോഹയ്ക്കെതിരായ ആക്രമണം ഭരണകൂട ഭീകരതയാണ്. ഈജിപ്തും യുഎസുമായി ചേർന്ന് സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണം ഭീരുത്വവും വഞ്ചനയുമെന്ന് അറബ് ലീഗ് അധ്യക്ഷൻ പ്രതികരിച്ചു. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണം എന്ന് OIC നേതാക്കൾ പറഞ്ഞു. അബ്ബാസ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഇന്ന് ലോകത്തിന്റെ കണ്ണുകൾ അത് ദോഹയിലേക്ക് തന്നെയാണ്. എന്താണ് ഈ യോഗത്തിലൊക്കെ എടുത്തിരിക്കുന്ന നിലപാട്? അനീഷ, ഇന്ന് ദോഹയിൽ ഈ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിക്ക് മുമ്പായിട്ടുള്ള പ്രിപ്പറേറ്ററി സമ്മേളനം നടന്നു. അതിൻ്റെ പ്രാരംഭ സമ്മേളനം നടന്നു. അതിൽ അറബ് ലോകത്തെ വിദേശകാര്യമന്ത്രിമാരാണ് പങ്കെടുത്തത്. നാളെ നടക്കുന്ന അടിയന്തര ഉച്ചകോടിയിൽ കരട് പ്രമേയം അവതരിപ്പിക്കും. ആ കരട് പ്രമേയത്തിൽ ഇസ്രായേലിനെതിരെ കരട് പ്രമേയം അവതരിപ്പിക്കും. ആ കരട് പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. ഇൻഡോർ ചർച്ചയായിരുന്നു. മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ ഷെറാട്ടൺ ഹോട്ടലിനടുത്തുള്ള ഖത്തർ കൺവെൻഷൻ സെൻറ്ററിലെ മീഡിയ സെൻറ്ററിലാണ്. അവിടെയാണ് എല്ലാ മാധ്യമങ്ങളും നിലവിൽ ഇപ്പോഴും ഉള്ളത്. ഇന്ന് ഒരു പത്രസമ്മേളനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് ഉണ്ടായില്ല. അൽ ജസീറയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ പ്രധാനമായിട്ടും മൂന്ന് ആളുകളുടെ പ്രസ് മീറ്റാണ് ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിട്ടത്. ഒന്ന് ഖത്തർ പ്രധാനമന്ത്രിയുടേത്, മറ്റൊന്ന് OICയുടെയും മറ്റൊന്ന് അറബ് ലീഗിൻ്റെയും പ്രതിനിധികളുടേത്. ഈ മൂന്ന് പേരുടെ പ്രസ്താവനകൾ, ഈ മൂന്ന് പേരുടെ സംസാരങ്ങളാണ് അൽ ജസീറ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള ചർച്ചയായിരുന്നു. ഇസ്രായേലിനെതിരെ എന്ത് തരത്തിലുള്ള നയസമീപനങ്ങളാണ് വരും കാലത്ത് ഭാവിയിൽ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നടന്നത്. അതുകൊണ്ട് തന്നെ കർശന മാധ്യമ വിലക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതെല്ലാം തരത്തിൽ എന്തൊക്കെ നടന്നു, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള വ്യക്തതയുമില്ല. എന്നാൽ നാളെ നടക്കുന്ന ഉച്ചകോടിയോടുകൂടെ അക്കാര്യത്തിലൊരു വ്യക്തത കൈവരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ സുപ്രധാനമാണ്. ഒന്ന് ഇത് ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ്. ഈ ആക്രമണത്തെ നിശബ്ദമായോ നിന്ദ്യമായോ നോക്കി നിൽക്കാൻ ഖത്തറിനാകില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ആക്രമണത്തിനെതിരെ UN അപലപിച്ചത് അതിനെ ഞങ്ങൾ ഖത്തർ രാജ്യം അഭിനന്ദിക്കുന്നു എന്നുകൂടി പറഞ്ഞു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി, ഈ ആക്രമണം നടന്നത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മേൽ കൂടിയാണ്. ഈ ആക്രമണം മധ്യസ്ഥ രാഷ്ട്രം എന്ന നിലക്ക് ഖത്തറിൻ്റെ ആഗോളതലത്തിലുള്ള ഖത്തറിൻ്റെ മേൽവിലാസം അതിനു കൂടിയാണ് മുറിവേറ്റിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുകൂടാതെ അടുത്ത ഒരു പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതുകൊണ്ടൊന്നും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തറിനെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഈജിപ്തുമായും യുഎസുമായും ചേർന്ന് ഫലസ്തീനിൽ ഗസയിൽ വെടിനിർത്തൽ അടക്കം ശക്തമായ ഒരു നിലപാട് തന്നെ നേതാക്കൾ എടുക്കുന്നുണ്ട്. OIC നേതാക്കൾ ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ ശ്രമങ്ങളെ ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ സാധ്യതയുള്ളത്? അതുകൂടി ചർച്ചയാവില്ലേ? അതെ, ഈ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് ഈ ആക്രമണം നടന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അഥവാ ഒരു ഹമാസിൻ്റെ ആസ്ഥാനത്തിന് നേരെ, റെസിഡൻഷ്യൽ ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അത് ഒരർത്ഥത്തിൽ സമാധാന ശ്രമങ്ങളെ ഏത് തരത്തിൽ പിന്നോട്ടടിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള വലിയ ആശങ്ക തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖത്തർ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഫലസ്തീനികളുടെ അവകാശം, ഫലസ്തീനികളുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റൈറ്റ് കൊടുക്കാതെ ഈ മേഖലയിൽ സമാധാനം പൂർണ്ണമാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതുകൊണ്ട് ഫലസ്തീൻ പ്രശ്നത്തിലുള്ള ഖത്തറിൻ്റെ അൺവേവറിംഗ് സപ്പോർട്ട് തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ അറിയുന്നത് പോലെ തന്നെ ഖത്തർ 1967 UN ചാർട്ടർ പ്രകാരം, നിലപാട് പ്രകാരം കിഴക്കൻ ജെറൂസലം ആസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഖത്തറിൻ്റെ എന്നത്തെയും പ്രഖ്യാപിത നിലപാട്. ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിലുള്ള ശാശ്വത പരിഹാരം, ഏക പോംവഴിയെന്നും പല തവണ പല വേദികളിൽ, പല ആഗോള വേദികളിൽ ഖത്തർ ആവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈജിപ്തുമായും യുഎസുമായും ചേർന്നുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്. അഥവാ നമ്മൾ ഏതായാലും കുറച്ച് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ
അതുപോലെ തന്നെ ഖത്തർ മുമ്പോട്ട് വെച്ച ഖത്തറും ഈജിപ്തും ചേർന്ന് മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ നിർദ്ദേശമുണ്ടായിരുന്നു, പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിന് ഹമാസ് അംഗീകരിച്ചിരുന്നു, എന്നാൽ ഇസ്രായേൽ അംഗീകരിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഹമാസിൻ്റെ റെസിഡൻഷ്യൽ ആസ്ഥാനത്ത്, ദോഹയിലെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണം. അനീഷ. യെസ്, അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്.